രാഹുൽ കെ പി എന്ന മലയാളി ഫുട്ബോൾ താരത്തിന്റെ പേര് കേൾക്കുമ്പോൾ ചിലരുടെയൊക്കെ നെറ്റ് ചുളിയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മറന്നുപോയൊരു രാഹുൽ ഉണ്ട്. കേരളത്തിലെ ഫുട്ബോൾ ആരാധകരുടെ ആവേശവും രോമാഞ്ചവും അഭിമാനവും അഹങ്കാരവും ഒക്കെ ആയിരുന്നു കെ പി രാഹുൽ എന്ന ഈ തൃശൂർ ഗഡി. അണ്ടർ-17 വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീമിലെ ഏക കേരള പ്രതീക്ഷ രാഹുലായിരുന്നു. രാഹുൽ ഒരു രക്ഷയില്ലാത്ത പ്രകടനമാണ് അവിടെ കാഴ്ചവെച്ചത്. അതിനുശേഷം ഇന്ത്യൻ ആരോസിലേക്ക് വന്നപ്പോഴും ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് നമ്മൾ രാഹുലിൽ നിന്നും കണ്ടു. കേരള ബ്ലാസ്റ്റേഴ്സിൽ അരങ്ങേറിയപ്പോഴും രാഹുൽ ഇന്ത്യയിലെ വൺ ഓഫ് ദ മോസ്റ്റ് പ്രോമിസിംഗ് ടാലന്റ് ആയിരുന്നു. ആ രാഹുലിനെ ഇന്ന് പലർക്കും വിലയില്ല എങ്കിൽ അതിന് പിന്നിൽ ചില കാരണങ്ങളൊക്കെ ഉണ്ട്. രാഹുൽ കഴിഞ്ഞ 1-2 സീസണുകളിൽ ബ്ലാസ്റ്റേഴ്സിൽ മതിയായ രീതിയിൽ അല്ലെങ്കിൽ ആരാധകർ പ്രതീക്ഷിക്കുന്ന നിലവാരത്തിൽ ശോഭിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ രാഹുലിന് അനുയോജ്യമായിട്ടുള്ള പ്ലേയിങ് ഫിലോസഫിയും സിസ്റ്റവും ഇവാൻ വുക്കോമാനോവിച്ച് ഒരുക്കി കൊടുക്കാത്തത് കൊണ്ടായിരിക്കുമോ രാഹുൽ അലസനായി പോയത്? അല്ലെങ്കിൽ ഇവാന്റെ അലസമായിട്ടുള്ള കളിച്ചും ചിരിച്ചുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കുമോ രാഹുലിന് തടസ്സമായത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അവിടെ മുഴങ്ങി നിൽക്കുവാണ്. പക്ഷേ രാഹുൽ കെ പിയെ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ കൂടാരത്തിൽ നിലനിർത്തുകയാണെങ്കിൽ മിഖായൽ സ്റ്റെഹറ എന്ന സ്ട്രിക്റ്റ് ആയിട്ടുള്ള പരിശീലകനോടൊപ്പം ചേർന്ന് കഴിയുമ്പോൾ തന്നെ സ്ട്രിക്റ്റ് ആയിട്ട് പുഷ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ ആ പഴയ രാഹുലിനെ നമുക്ക് തിരിച്ചു കിട്ടും. വൺസ് ദെയർ വാസ് എ ഗോസ്റ്റ് എന്ന് പറയുന്നത് പോലെ രാഹുൽ കെ പി ഒരു അസാധാരണ സംഗതിയായിരുന്നു. അദ്ദേഹത്തിന്റെ വെടിയുണ്ട പോലെയുള്ള വേഗതയും ഫിനിഷിംഗ് പാടവും ഒന്നും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. കേരള ബ്ലാസ്റ്റേഴ്സിൽ അദ്ദേഹം മങ്ങി കളിക്കുന്ന സമയത്തും ഏഷ്യൻ ഗെയിംസ് കളിക്കാൻ വേണ്ടി പോയപ്പം ചൈനയുടെ വലയിലേക്ക് എക്സ്പ്രസ് വേഗത്തിൽ ഓടി അസാധ്യമായിട്ടുള്ള ഒരു ആംഗിളിൽ രാഹുൽ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച ഏറ്റവും വലിയ സ്റ്റാർലറ്റുകളിൽ ഒന്നായിരുന്ന ഗാരി ഹൂപ്പറിന്റെ പ്രിയപ്പെട്ട പാർട്ണറും അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന താരവും രാഹുൽ ആയിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ രാഹുലിന് എവിടെയൊക്കെയോ ചില പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൽ ഏൽപ്പിക്കുന്ന ജോലികൾ അദ്ദേഹം നല്ല രീതിയിൽ ബ്ലാസ്റ്റേഴ്സിൽ ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും സ്റ്റാറ്റായി മാറിയില്ല, ആരാധകരുടെ കണ്ണിൽ പെട്ടില്ല. പലർക്കും അദ്ദേഹം അലസനായിട്ട് തോന്നി. എന്നിരുന്നാൽ പോലും മിഖായൽ സ്റ്റെഹറ എന്ന പരിശീലകന്റെ കീഴിൽ രാഹുൽ തിളങ്ങും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം രാഹുൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരും എന്ന തരത്തിലെ ചില റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അത് പറഞ്ഞപ്പം ഇത്രയും പറഞ്ഞതാണ്. ഓവറായി പോയെന്നറിയാം. റിയലി ഓവിയാണ് അപ്പോളജി. ഇനി കുറച്ച് നന്നാക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. റൂമറുകളൊന്നും 1-2 ദിവസമായിട്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഈസിലി നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. ഞാൻ എല്ലാത്തിനും റെസ്പോണ്ട് ചെയ്യാം.